നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒളിച്ചോടി പോയെന്ന് കരുതി അവനെ ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കുമെന്നാണോ? അങ്ങനെയാണോ ആന്റി വിചാരിച്ചിരിക്കുന്നത്? ഇല്ല, അവന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പ്രണവ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണക്കാരി ആന്റി തന്നെയാണ്. ഈ വീട്ടിലെ എല്ലാവരും ശിവാനിയെ എതിർത്ത് സംസാരിച്ചപ്പോ ആന്റി മാത്രമാണ് അവൾക്ക് വേണ്ടി വാദിച്ചത്. ചുമ്മാതെ നിന്ന് ആന്റി അവനെ വല്ലാതങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. അതാണ് നല്ലതെന്ന് ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി വാദിക്കുകയും ചെയ്തു. ഇപ്പൊ ആന്റിക്ക് ആശ്വാസമായി കാണും അല്ലേ? ഒളിച്ചോടിപ്പോയി നാണക്കേടുണ്ടാക്കി വെച്ചല്ലോ. എന്നിട്ടിപ്പോ ആ പഴി എന്റെ തലയിൽ കൊണ്ടിടുകയാണല്ലേ? പ്രണവിനെ ആന്റി എത്ര വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തോ, പിന്തുണ കൊടുത്തോ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അറിയില്ല, ഏതോ അൺനോൺ നമ്പർ. ഹലോ നിധി, ഞാൻ ശിവാനിയെ സംസാരിക്കുന്നത്. നീയോ? പിന്നെ എന്തൊക്കെയുണ്ട് നിധി വിശേഷങ്ങൾ? പറയ്. ശിവാനി, നീ എവിടെയാ? പ്രണവ് എവിടെ? ആഹാ, അതുള്ളല്ലോ. പ്രണവ് എവിടെ എന്നോടാണ് ചോദിക്കുന്നത്? നോക്ക് ശിവാനി, വേണ്ടാത്ത പണി കാണിക്കല്ലേ. മര്യാദയ്ക്ക് അവനോട് തിരിച്ചു വരാൻ പറ. നിങ്ങൾ എവിടെയാ ഉള്ളത് അത് പറ ആദ്യം. ചോദിച്ചത് കേട്ടില്ലേ ശിവാനി? നീ എവിടെയാ? ഞാൻ എവിടെയായ നിനക്കെന്താ? ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? എവിടെ പോയി വിളിച്ചാലും അവനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഞാനതിനെ പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി എവിടെ ഒളിപ്പിച്ചിരിക്കുകയല്ലോ. ഞങ്ങൾ ഇഷ്ടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിന്റെ ഒരു ഇഷ്ടം മണ്ണാൻ കെട്ട. മര്യാദയ്ക്ക് പറഞ്ഞോണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങളിപ്പോ നീ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും അമ്പലത്തില് വിവാഹത്തിന് നിൽക്കുകയോ രജിസ്റ്റർ ഓഫീസില് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ നിൽക്കുകയോ അല്ല. ഞാൻ പ്രണവിന്റെ കൂടെ ഇറങ്ങി വന്ന് എവിടെയെങ്കിലും പോയി ഒരുമിച്ചൊരു കല്യാണം നടത്തി അങ്ങനെ ജീവിക്കുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നോ ചാൻസ്. വാക്ക് തെറ്റിക്കുന്നവളല്ല ഈ ശിവാനി. പറഞ്ഞായിരുന്നല്ലോ, നാളെയാണ് ഞങ്ങളുടെ വിവാഹം. എവിടെ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നതെന്ന് ചോദിച്ചാ അത് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്ക്. പറ്റിയ നീ വന്നങ്ങ് തടയേ. വേണമെങ്കിൽ മുഹൂർത്തം പറഞ്ഞുതരാം. നാളെ രാവിലെ 9-നും 9:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ പ്രണവിന്റെ വിവാഹം. വിവാഹമൊക്കെ കഴിഞ്ഞ് പ്രണവ് എന്റെ കഴുത്തിൽ കെട്ടുന്ന താലിച്ചരടുമായിട്ട് ഞങ്ങൾ വരും നേരെ ഈശ്വരമംഗലത്തേക്ക്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ആ പിന്നെ നീ വേണം നിധി ഞങ്ങളെ ആരതി ഒഴിയാൻ. ഞാൻ വലതുകാലം എടുത്തു വെച്ച് ഈശ്വരമംഗലത്തെ മരുമകളായിട്ട് കയറുമ്പോ സാക്ഷിയാവാൻ നീ എവിടെ ഉണ്ടാവണം. ഇനി ഞങ്ങളുടെ കല്യാണം തടുക്കാൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും നടക്കാൻ പോകുന്നില്ല മോളെ. ശിവാനി, നീ തെറ്റാണ് ഈ ചെയ്യുന്നത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണിത്. പ്രണവ് നിന്റെ പക്ഷത്തുണ്ടെന്ന് കരുതി അഹങ്കരിക്കരുത് നീ. നിങ്ങൾ എവിടെ പോയാലും കണ്ടുപിടിച്ചിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒന്ന് ശ്രമിച്ചു നോക്കുന്നു ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരിടത്താ നിധി ഞങ്ങളിപ്പോ ഉള്ളത്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. നീ വെല്ലുവിളിക്കുന്നത് ആരെയെന്ന് ഓർത്തു നോക്ക്. ശിവാനി പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്റെ മോനെ ഞങ്ങൾക്ക് തിരിച്ചതാ. ഇനി അങ്ങോട്ട് പ്രണവ് ആന്റിയുടെ മകൻ മാത്രമല്ല, എന്റെ ഭർത്താവും കൂടിയാ.
അപ്പൊ ഓക്കെ ബൈ. അയ്യോ ശിവാനി, അയ്യോ, എന്തൊക്കെ ഗോപിയേട്ടാ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. അയ്യോ, എനിക്ക് വയ്യ. മോനെ ഗൗതം, ഈ കല്യാണം നടക്കരുത്. എങ്ങനെയെങ്കിലും മുടക്കേ പറ്റൂ. ശിവാനി ഈ വീടിന്റെ മരുമകളായി ഒരു കാരണവശാലും വരാൻ പാടില്ല. നിധി, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യണം മോളെ. നാളെ രാവിലെയല്ലേ വിവാഹം അവര് പറഞ്ഞത്. അതുവരെ സമയമുണ്ടല്ലോ. പാറു സമാധാനമായിട്ടിരിക്കുക. അതിനുള്ളിൽ ഞാൻ അവരെ കണ്ടുപിടിച്ചിരിക്കും. ഇല്ല, നിങ്ങളെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കെ. നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടി. താങ്ക് യു. ഏയ് പാർവതി, അയ്യോ, മുഴുവൻ കണ്ണുനീരും ഇന്നൊറ്റ ദിവസം കൊണ്ട് ഒഴുക്കി തീർക്കണ്ട. നാളെയും കരയാനുള്ളതാണ് ഏട്ടത്തി. പാർവതി, ഇനി നിങ്ങൾ മഷിയിട്ട് നോക്കിയാലും പ്രണവിനെയും ശിവാനിയെയും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കാരണം അവരെവിടെയാണെന്നുള്ളത് എനിക്കല്ലേ അറിയൂ. മോളെ നിധി, അവളിപ്പോ വിളിച്ച നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ചേ. എനിക്ക് സംസാരിക്കണം അവളോട്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ശിവാനിയെ വിളിക്കും. ഞാൻ വിളിക്കാം. മോനെ, ഈ വിവാഹം നടക്കാൻ പാടില്ലടാ. എങ്ങനെയല്ലേ ഇത് മുടക്കണം? മോളെ എന്തായി? അമ്മ ഫോൺ സ്വിച്ച് ഓഫാ. അയ്യോ ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? അയ്യോ എന്റെ ഭഗവാനെ, എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടക്കി തരണേ ഭഗവാനെ. ഒരു കുഴപ്പമില്ല, ഞാൻ ദാ ഇറങ്ങാൻ പോവാ. നിങ്ങൾ അങ്ങോട്ട് എത്തിയാ മതി. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോവാം. എന്താ, അതുപോരെ? ആ, എന്നാ ഓക്കെ, അങ്ങനെ ചെയ്യാം. ശരി. വസു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് ചെയ്തു തരൂ പ്ലീസ്. എങ്ങനെയെങ്കിലും പ്രണവും ശിവാനിയും തമ്മിലുള്ള വിവാഹം നീ ഒന്ന് മുടക്കി തരണം. എന്റെ ഒരു അപേക്ഷ ഇത്. എന്റെ അടുത്തി ശിവാനിയും പ്രണവും പ്രായപൂർത്തിയായ പൗരന്മാരാണ്. അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കൈയൊഴിയല്ല വസു. എനിക്കറിയാം ശിവാനി ഈ വീട്ടിലെ മരുമകളായി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നീയാ.